നേരിട്ടല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ തമ്മിൽ കാണുവാൻ ഇടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാലമായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന വലിയൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഗിറ്റാർ പഠിക്കാനുള്ള മോഹമാണല്ലോ ഈ CD വാങ്ങാനും നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുവാനും ഇടയായത്. സംഗീതം അത് ഒരു വലിയ സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എന്നാൽ അനുഭവിച്ചറിയേണ്ട ഒരു വലിയ സുഖവുമാണ്. സംഗീത ഉപകരണങ്ങൾ പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം കൂടിയാണ്. ഇവിടെ ഗിറ്റാർ പഠിക്കുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. സംഗീതത്തെക്കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും കൂടുതൽ ആഴത്തിലേക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മനസ്സിലാക്കുവാനും അറിയുവാനും വായിക്കുവാനും ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്. നെറ്റിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, അതിൻ്റെ വീഡിയോസ്, അതിൻ്റെ പാഠങ്ങൾ ഒക്കെ നമുക്ക് കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ അനേകമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നേരിട്ട് ഗിറ്റാർ പഠിക്കുക, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഗിറ്റാർ പഠനത്തിലേക്ക് നമ്മൾ നേരിട്ട് പോവുകയാണ്. ഗിറ്റാർ പഠനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഗിറ്റാറിനെ പറ്റി നമുക്കൊന്ന് അറിവ് കിട്ടേണ്ടതായിട്ടുണ്ട്. അതായത് ഗിറ്റാറിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഗിറ്റാറിൻ്റെ ബോഡി, അല്ലെങ്കിൽ ബോഡി ഓഫ് ദ ഗിറ്റാർ എന്ന് പറയും. ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം തടി പോലെ ഇരിക്കും. ഇതിനെ ബ്രിഡ്ജ് എന്നാണ് വിളിക്കുക, ബ്രിഡ്ജ്. ഇനി ഇങ്ങോട്ടുള്ളത് ഈ ഭാഗം, ഇതിനെ ഫിംഗർ ബോർഡ് എന്നാണ് പറയുക, ഫിംഗർ ബോർഡ്. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നതിന്, അതായത് ഇത് ഫിംഗർ ചെയ്യുക എന്നാണ് പറയുക, ഫിംഗർ ചെയ്യുക. അതുകൊണ്ട് ഇതിനെ ഫിംഗർ ബോർഡ് എന്ന പേരുണ്ട്, ഫിംഗർ ബോർഡ് എന്ന് പറയുന്നത്. ഈ ഫിംഗർ ബോർഡിനെ ചെറിയ ബ്രാസ് മെറ്റൽ കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഫ്രെട്ടുകൾ എന്നാണ് പറയുക, FRET, ഫ്രെട്ട്, ഫ്രെട്സ്. ഈ ഫ്രെട്ടുകൾ നമുക്ക് ഇവിടെ മുതൽ ഇങ്ങോട്ട് എണ്ണാം. അതായത് ഒന്നാമത്തെ ഫ്രെട്ട്, രണ്ടാമത്തെ ഫ്രെട്ട്, മൂന്നാമത്തെ ഫ്രെട്ട്, നാലാമത്തെ ഫ്രെട്ട്, അഞ്ചാമത്തെ ഫ്രെട്ട്, അങ്ങനെ തുടർന്ന് നമുക്ക് ഇങ്ങോട്ട് എണ്ണാൻ സാധിക്കും. ഇനി ഈ ഭാഗം, ഈ ഭാഗത്തിലെ ഇതിൻ്റെ ട്യൂണിംഗ് ബോർഡ്, ട്യൂണിംഗ് കീസാണ്. 6 കീകൾ ഇവിടെയുണ്ട്, 6 കീകൾ. ഇപ്പൊ ഗിറ്റാറിന് 6 കമ്പിയാണുള്ളത്. ഇതൊരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്, സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്. അതായത് കമ്പി വലിച്ചു കെട്ടി നാദം പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ സംഗീതം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളെല്ലാം സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് എന്നാണ് പറയുക. വയലിൻ ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്, സിത്താർ ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്, വീണ, അതേപോലെ കമ്പി ഉപയോഗിച്ച് വായിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമുക്ക് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഗിറ്റാറിന് 6 കമ്പികളാണ് ഉള്ളത്, 6 കമ്പികൾ. ഇതാണ് ഗിറ്റാറിന്റെ ശബ്ദം. ഇവിടെ ഈ കമ്പികൾ എണ്ണുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ്. അതായത് ഒന്നാമത്തെ കമ്പി, രണ്ടാമത്തെ കമ്പി, മൂന്നാമത്തെ കമ്പി, നാലാമത്തത്, 5, 6, അങ്ങനെ 6 കമ്പികളാണ്. അപ്പോൾ ഇതിനെ ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറയും. ഒന്നാമത്തെ ഫസ്റ്റ് സ്ട്രിങ്, ഇത് സെക്കൻഡ് സ്ട്രിങ്, ഇത് തേർഡ് സ്ട്രിങ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്, സിക്സ്ത്. ഈ കമ്പികൾക്കെല്ലാം ഓരോ പേരുമുണ്ട്. പേരിനെ പറ്റി പറയുമ്പോൾ ഒരല്പം സംഗീതത്തിന്റെ തിയറി ഭാഗം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്വരങ്ങൾ 7 ആണെന്നറിയാം, 7 നിറങ്ങൾ പോലെ. സരിഗമ പധനിസ എന്ന് കേട്ടിട്ടില്ലാത്ത മലയാളികളാരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെ 7 സ്വരങ്ങളാണുള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗിറ്റാർ ഒരു വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് ആണ്. വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ഒരു പാശ്ചാത്യ സംഗീത ഉപകരണമാണ്. ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകളൊക്കെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാൻ കിട്ടുന്നത് ഇംഗ്ലീഷിലാണ്. വെസ്റ്റേൺ നൊട്ടേഷൻ അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ഏത് ഭാഷയിൽ ഉള്ളവർക്കും മനസ്സിലാകുന്ന, പഠിക്കുന്ന ഒരൊറ്റ ഒരു ഭാഷയാണ് സംഗീതത്തിന്റെ ഭാഷ. അതാണ് വെസ്റ്റേൺ സ്റ്റാഫ് നൊട്ടേഷൻ. അത് ബേസിക്കലി ഇംഗ്ലീഷാണ്. ആ നൊട്ടേഷൻ പഠിച്ചു കഴിയുമ്പോൾ ഏത് ഭാഷയിലുള്ളവരോ ലോകത്തിൽ എവിടെയുള്ളവരോ ആയിക്കോട്ടെ അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിനെ ഇന്റർനാഷണൽ ലാംഗ്വേജ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റാഫ് നൊട്ടേഷൻ എങ്ങനെ മലയാളത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും? ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ്.
ഗിറ്റാർ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും സ്റ്റാഫ് നൊട്ടേഷൻ മലയാളത്തിലൂടെ പഠിക്കുവാനുള്ള ഒരു വലിയ സംരംഭമാണ് ഞാനിവിടെ തുടങ്ങി വെക്കുന്നത്. സ്റ്റാഫ് നൊട്ടേഷൻ പഠിക്കുമ്പോൾ അതിന്റെ തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് തുടർന്ന് പഠിക്കാം. നമ്മളെന്നാൽ ഗിറ്റാർ എങ്ങനെ ഉപയോഗിക്കും, ഗിറ്റാറിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഈ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ബോഡി ഓഫ് ദ ഗിറ്റാർ, ബ്രിഡ്ജ്, ഫിംഗർ ബോർഡ്, ട്യൂണിംഗ് കീസ്, സ്ട്രിങ്സ്, 6 കമ്പികളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഈ 6 കമ്പികളുടെ പേര് ഓരോ സ്വരങ്ങളാണ്. സരിഗമ പധനി, അങ്ങനെ 7 സ്വരങ്ങളാണുള്ളത്. ഈ സ്വരങ്ങൾ ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇത് പറയപ്പെടുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്തെ ആദ്യത്തെ 7 അക്ഷരങ്ങളാണ്. A, B, C, D, E, F, G. ഈ 7 അക്ഷരങ്ങളാണ് 7 സ്വരങ്ങളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ഈ സ്വരങ്ങളുടെ പേര് തന്നെയാണ് സ്ട്രിങ്ങിനും കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കമ്പിയുടെ പേര് ഇ എന്നാണ്. ഇ, ആ സ്വരമാണ് ഈ കമ്പിയുടെ പേര്. അപ്പൊ ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇ എന്നാണ് പറയുക. സെക്കൻഡ് സ്ട്രിങ് ബി, തേർഡ് സ്ട്രിങ് ജി, ഫോർത്ത് സ്ട്രിങ് ഡി, അടുത്ത ഫിഫ്ത്ത് സ്ട്രിങ് ആണ്, അതിന്റെ പേര് എ എന്നാണ്. അവസാന കമ്പിയുടെ പേരും ഇ എന്ന് തന്നെയാണ്. ഈ ഒരു ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ തന്നെ ഒരു ബേസ് ശബ്ദമാണ് സിക്സ്ത് സ്ട്രിങ്ങിൽ കിട്ടുന്നത്. അപ്പൊ കമ്പികളുടെ പേര് ഞാൻ പറയാം: ഇ, ബി, ജി, ഡി, എ, ഇ. ഇതാണ് കമ്പികളുടെ പേര്. ഇത്രയും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഫ്രെട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഫ്രെട്ടുകൾ നമുക്ക് ഇവിടെ മുതൽ ഇങ്ങോട്ട് നമുക്ക് എണ്ണാൻ സാധിക്കും. ഫസ്റ്റ് ഫ്രെട്ട്, സെക്കൻഡ് ഫ്രെട്ട്, തേർഡ് ഫ്രെട്ട്, ഫോർത്ത് ഫ്രെട്ട്, ഫിഫ്ത്ത് ഫ്രെട്ട്. ഈ വിരലുകൾ കൊണ്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. വിരലുകളെ പറ്റി പറയുമ്പോൾ ഈ 4 വിരലുകളാണ് നമ്മളിത് വായിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഇത് ഒന്നാമത്തെ വിരൽ, ഇത് രണ്ടാമത്തെ വിരൽ, ഇത് മൂന്നാമത്തെ വിരൽ, നാലാമത്തെ വിരൽ. ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഫോർത്ത് ഫിംഗർ. ഈ 4 വിരലുകൾ കൊണ്ട് നമ്മളിത് വായിക്കുക. തമ്പ് നമ്മൾ വായിക്കാൻ ഉപയോഗിക്കാറില്ല. ഇവിടെ ഒന്നാമത്തെ ഫ്രെട്ടിൽ നമ്മുടെ ഒന്നാമത്തെ വിരൽ വെക്കുന്നു. ഒന്നാമത്തെ ഫ്രെട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബ്രാസ് റോഡുണ്ട്. അതിന്റെ തൊട്ടു പിന്നിലായിട്ട് നമ്മൾ വിരൽ വെക്കുന്നു. വിരൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒന്നാമത്തെ കമ്പിയിൽ തട്ടിയാൽ ഇങ്ങനെ ശബ്ദം കേൾക്കും. വിരൽ നന്നായി അമങ്ങിയിരിക്കണം. ഈ ഫ്രെട്ടിന്റെ തൊട്ടു പിന്നിലാണ് പിടിക്കേണ്ടത്. ഈ ഫിംഗർ നന്നായിട്ട് അമർന്നില്ലെങ്കിൽ ഈ ശബ്ദം ഇങ്ങനെ കേൾക്കും. അത് ക്ലിയർ അല്ല. അപ്പൊ അത് വിരൽ അമുക്കണം. നമുക്ക് ആ ശബ്ദം ക്ലിയർ ആകുന്ന അപ്പോഴാണ് ആ ഫിംഗറിങ് കറക്റ്റ് ആകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് ഫ്രെട്ടിൽ വെക്കുന്നു. തേർഡ് ഫിംഗർ തേർഡ് ഫ്രെട്ടിൽ വെക്കുന്നു. ഫോർത്ത് ഫിംഗർ ഫോർത്ത് ഫ്രെട്ടിൽ വെക്കുന്നു. ഫസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഫ്രെട്ടിൽ വെക്കുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ കമ്പിയിൽ തട്ടുന്നത്. സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് ഫ്രെട്ടിൽ വെച്ചിട്ട് തട്ടുന്നു. തേർഡ് ഫിംഗർ തേർഡ് ഫ്രെട്ടിൽ വെച്ചിട്ട് തട്ടുന്നു. ഫോർത്ത് ഫിംഗർ ഫോർത്ത് ഫ്രെട്ടിൽ വെച്ചിട്ട് തട്ടുന്നു. ഈ സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു സാധനം, ഇതാണ് സ്ട്രൈക്കർ. അല്ലെങ്കിൽ പ്ലക്ടർ എന്നുകൂടെ ഇതിനൊരു പേരുണ്ട്. ഇത് ഇങ്ങനെയാണ് പിടിക്കുക. ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ മടക്കി വെച്ച് ഇതിന്റെ മുകളിൽ ഇത് വെച്ച് ഇങ്ങനെയാണ് പിടിക്കുക. പക്ഷെ ആദ്യമേ നമുക്കത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു ഹോൾഡിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിനെ നമുക്ക് പിടിക്കാം. സ്ട്രൈക്കർ ഇങ്ങനെ പിടിക്കുന്നു. ഈ സ്ട്രൈക്കർ വെച്ചിട്ടാണ് ഈ സ്ട്രിങ്ങിൽ ഇങ്ങനെ തട്ടുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ശബ്ദം കിട്ടുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഫസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഫ്രെട്ട്, സെക്കൻഡ് ഫ്രെട്ട്, തേർഡ് ഫ്രെട്ട്, ഫോർത്ത് ഫ്രെട്ട്. ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ പേര് ഇ എന്നാണ്. സെക്കൻഡ് സ്ട്രിങ്ങിന്റെ പേരാണ് ബി. അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഫിംഗർ ഒന്നാമത്തെ ഫ്രെട്ടില്, രണ്ടാമത്തെ ഫ്രെട്ടില്, മൂന്നാമത്തെ ഫ്രെട്ടില്, നാലാമത്തെ ഫ്രെട്ടില്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിലാണ് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അതേപോലെ തേർഡ് സ്ട്രിങ് വായിക്കുമ്പോൾ തേർഡ് സ്ട്രിങ്ങിൽ ഇങ്ങനെ ഓരോ ഫ്രെട്ടിലും നമ്മൾ വിരല് പിടിച്ച് ഇങ്ങനെ വായിക്കുന്നു. അടുത്തത് ഫോർത്ത് സ്ട്രിങ്ങിലും അത് തന്നെ തുടരാം.
ഫിഫ്ത്തിലും അങ്ങനെ തന്നെ വായിക്കാം, സിക്സ്ത്തിലും അങ്ങനെ വായിക്കാം. ഈ 4 വിരലുകളാണ് ഈ 4 ഫ്രെട്ടുകളിലായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതൊരു സ്ട്രിങ് എക്സർസൈസ് കം ഫിംഗർ എക്സർസൈസ് എന്നാണ് ഇതിന് പറയുക. സ്ട്രിങ് എക്സർസൈസ് കം ഫിംഗർ എക്സർസൈസ്. ഇപ്പോൾ 6th സ്ട്രിങ്ങിൽ നമ്മൾ തുടങ്ങും. ഇപ്പോൾ ഞാൻ എങ്ങും തൊടാതെയാണ് വായിച്ചത്. 6th സ്ട്രിങ്ങിന്റെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അപ്പൊ എങ്ങും തൊടാതെ ഈ സ്ട്രിങ് മാത്രം തട്ടിയാൽ ഈ കിട്ടുന്ന ശബ്ദമാണ് ആ കമ്പിയുടെ പേരായ ഇ എന്ന് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ 7 സ്വരങ്ങളുണ്ട്. അതിനകത്ത് ഗിറ്റാറിന് 6 കമ്പികളുണ്ട്. ഈ സ്വരങ്ങളുടെ പേര് തന്നെയാണ് കമ്പിക്കുള്ളത്. 6ാമത്തെ കമ്പിയുടെ പേര് ഇ എന്നാണ്. ഇവിടെ എങ്ങും തൊടാതെ, ഇവിടെ ഫിംഗർ ബോർഡിൽ എങ്ങും തൊടാതെയാണ് ഈ സ്ട്രൈക്കർ വെച്ച് 6th സ്ട്രിങ്ങിൽ ഞാൻ തട്ടുന്നത്. അപ്പോഴാണ് ഈ ശബ്ദം കിട്ടുന്നത്. ഈ ശബ്ദമാണ് ഇ. അപ്പൊ എങ്ങും തൊടാതെ വായിക്കുന്നതിന് ഓപ്പൺ സ്ട്രിങ് എന്നാണ് പറയുക. ഓപ്പൺ സ്ട്രിങ്, അതായത് ഓപ്പൺ ആയിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങും തൊടാതെ ആ സ്ട്രിങ്ങിന്റെ ശബ്ദം മാത്രം കിട്ടുക. ഈ സ്ട്രിങ്ങിന്റെ ശബ്ദം മാത്രം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഈ സ്ട്രിങ് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ബ്രിഡ്ജിന്റെ മുകളിലൂടെയാണ് ഈ കീകളിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി ഈ ബ്രിഡ്ജിന്റെ മുകളിലൂടെ ഇവിടെ ഈ നെക്ക് എന്ന് പറയുന്ന ഒരു വെളുത്ത സാധനമുണ്ട്. അവിടെ ഒരു ചെറിയ വെട്ടുണ്ട്. അതിനകത്തൂടെ ഈ കീയിലാണ് ഇത് മുറുക്കി കെട്ടിവെച്ചിരിക്കുന്നത്. ഇതൊരു പ്രത്യേക രീതിയിൽ മുറുക്കുമ്പോഴാണ് ഈ ശബ്ദം നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇവിടെ എങ്ങും തൊടാതെ വായിക്കുന്നതിന് ഓപ്പൺ എന്ന് പറയും. അടുത്ത സ്ട്രിങ്ങും അതുപോലെ എങ്ങും തൊടാതെ വായിച്ചാൽ ഈ ശബ്ദമാണ് കിട്ടുന്നത്. ഇതും എല്ലാം ഓപ്പൺ സ്ട്രിങ്ങുകളാണ്. 1ാമത്തെ കമ്പിയിൽ വായിച്ചു കേട്ട ശബ്ദം ഇതാണ്. വിരൽ ഇവിടെ വെക്കുമ്പോൾ ഈ ശബ്ദത്തിന് മാറ്റം വരും. മാറ്റം ശ്രദ്ധിച്ചല്ലോ. ഓപ്പൺ ആയിട്ട് വായിക്കുമ്പോൾ വിരൽ സെക്കൻഡ് ഫ്രെട്ടിൽ വെച്ചാൽ വീണ്ടും ശബ്ദത്തിന് മാറ്റം വരും. അങ്ങനെ ശബ്ദം ഇങ്ങനെ ഉയർന്നു പോകും. ഈ ഫ്രെട്ടുകൾ മാറും തോറും. സെക്കൻഡ് സ്ട്രിങ്ങിൽ വായിച്ചാൽ നമുക്ക് ആ ശബ്ദം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഓപ്പൺ ആണ്, ബി. ഫസ്റ്റ് ഫ്രെട്ടിൽ വെച്ചാൽ ഇതാണ് ശബ്ദം. പിന്നെ ഇങ്ങോട്ട് തേർഡ് സ്ട്രിങ്ങിൽ. ഇങ്ങനെ ഫിംഗർ എക്സർസൈസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുവാനായിട്ടുള്ളത്. ഒരു സ്ട്രിങ് എക്സർസൈസ് കം ഫിംഗർ എക്സർസൈസ് ആണ് ഇത്. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ ഗിറ്റാറിന്റെ ഭാഗങ്ങളെ പറ്റി പറഞ്ഞു, സ്ട്രിങ്ങിന്റെ പേരുകളെ പറ്റി പറഞ്ഞു, കമ്പികളെ പറ്റി പറഞ്ഞു, ഫിംഗറിനെ പറ്റി പറഞ്ഞു. ഇതെങ്ങനെയാണ് ഇവിടെ വായിക്കേണ്ടത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഇത് കഴിഞ്ഞാൽ നമുക്ക് വായിച്ച് ശീലിക്കേണ്ടത് എങ്ങനെയാണ്. അതേപോലെ തന്നെ തിരിച്ചും നമുക്കിത് വായിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വായിക്കുന്ന അവസരത്തിൽ പലപ്പോഴും ഈ സ്ട്രിങ്ങുകളുടെ ഇടയിൽ ശബ്ദം ഇങ്ങനെ കേൾക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ചിലത് കേൾക്കാതെയും ചിലത് കേട്ടും. അങ്ങനെ വരാൻ പാടില്ല. നേരത്തെ വായിച്ച് കേട്ടതുപോലെ തന്നെ മുഴുവൻ കമ്പികളിലും മുഴുവൻ ഫ്രെട്ടുകളിലും തെറ്റുകൂടാതെ വായിക്കുന്ന അത്രയും നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫിംഗർ എക്സർസൈസ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പം ശരിക്കും നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങണമെങ്കിൽ, അതായത് നിങ്ങൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. എൻ്റെ മുമ്പിൽ ഒരു ഗിറ്റാറുമായിട്ട് വന്നിരിക്കുക. ഞാൻ ഇരിക്കുന്നത് പോലെയും ഞാൻ ഈ ഗിറ്റാർ പിടിച്ചിരിക്കുന്നത് പോലെയും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹോൾഡിങ് ഓഫ് ദ ഗിറ്റാർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ഇരുന്നാൽ നമ്മുടെ വലത്തെ കാലിലാണ് ഈ ഗിറ്റാർ ഇരിക്കുന്നത്. നമ്മുടെ ഇടത്തെ കാല് ഫ്രീ ആണ്. ഇടത്തെ കൈ നമ്മളിത് ഫിംഗറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു, വലത്തെ കൈ നമ്മൾ ഇവിടെ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഗിറ്റാർ പഠിക്കാനായിട്ട് ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇനിയും ചെയ്യേണ്ട ഇതാണ്. എൻ്റെ മുൻപിൽ വന്നിരിക്കുക, ഗിറ്റാറുമായിട്ട് വന്നിരിക്കുക. ഞാൻ കാണിച്ചു തരുന്നത് പോലെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒപ്പം ഒരു നോട്ട്ബുക്ക് എടുത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ എന്നെ നേരിട്ട് കാണാതെ തന്നെ, അല്ലെ തമ്മിൽ ഇങ്ങനെ കാണാതെ തന്നെ ആ ബുക്കിൽ ഉള്ള നോട്ടുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ വേഗത്തിൽ പഠനം സാധ്യമാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഈ ഗിറ്റാർ പഠിക്കുമ്പോൾ ഈ ഫിംഗറിങ് പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇവിടെ ഈ സ്ട്രിങ് എക്സർസൈസ് പഠിച്ചു കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലും കൃത്യമായ സമയത്ത് വിരലുകൾ എത്തിച്ചേരുമ്പോഴാണ് ഈ സംഗീതം അല്ലെങ്കിൽ പാട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകാം. ഒരു ഷോർട്ട് ബ്രേക്ക്. എന്തുവായി?